ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 200-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. യേശുവൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. പരീക്ഷയെന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയെന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേ. എലിയോ പറഞ്ഞു, നിങ്ങൾ ഒരു കാള ഒരുക്കിക്കൊള്ളുക. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-26 വാക്യം. രാവിലെ മുതൽ ബാലിന്റെ നാമത്തിൽ വിളിച്ചു, ഒരു ശബ്ദമുണ്ടായില്ല, ഒരു ഉത്തരവും ഉണ്ടായില്ല. ഉച്ചയായപ്പോൾ അവരെല്ലാം തളർന്നു. ഏലിയ അവരെ കളിയാക്കി പരിഹസിച്ചു. ഉറക്കെ വിളിപ്പീൻ, കാരണം ചിലപ്പോഴേ കേൾവിക്ക് കുറവായിരിക്കാം എന്ന് വിചാരിച്ചാ പറയുന്നത്. അവനൊരു ദേവനല്ലോ. അടുത്ത പറയുന്നത് പലരും പ്രാർത്ഥിക്കാൻ പോയിരിക്കുക, ധ്യാനിക്കുകയായിരിക്കാമെന്ന്. ബൈബിൾ അടുത്ത പറയുന്നത് വെളിക്ക് പോയിരിക്കാം, യാത്രയിലായിരിക്കാം. ഉറക്കെ വിളിച്ചേ പറ്റുള്ളെന്ന്. അവർ പതിവ് പോലെ രക്തമൊഴുക്കി വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ മുറിവേൽപ്പിച്ചു. പക്ഷേ അവിടെ നേരത്തെ അത്ഭുതമൊക്കെ നടന്നു കാണാൻ സാധ്യത ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇവർ വാളുകൊണ്ടും കുന്തം കൊണ്ടും ശരീരത്തിൽ കുത്തി രക്തം പുറത്തു വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവിടെ അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഒരഭിഷിക്തൻ അവിടെ നിൽക്കുന്നു. ഒരഭിഷിക്തൻ അവിടെ നിൽക്കുമ്പോൾ അന്യ ആരാധനയുടെ ശക്തി ബലമില്ല. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അഭിഷിക്തന്റെ മുമ്പിൽ ഒരു അന്ധകാര ശക്തിക്കും നിൽക്കാൻ പറ്റുകയില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-30 വാക്യം. ഏലിയ പറഞ്ഞു, വരികയിൻ, എന്റെ അടുക്കൽ വാ. അവരാദ്യം ചെയ്തത് ഇടിഞ്ഞു കിടന്ന യാഗപീഠം നന്നാക്കി. കാരണം ആഹാബിന്റെ കാലം മുതൽ അവിടെ യാഗമില്ല, അവിടെല്ലാം ഇടിഞ്ഞു കിടക്കുകയായിരുന്നു. നോക്കിക്കോണം, ഇടിഞ്ഞു കിടന്ന യാഗപീഠം നന്നാക്കാൻ പറഞ്ഞു. എന്നെനിക്കൊരു ചെറിയൊരു ആലോചന പറയാനുണ്ടേ. നമ്മുടെ കുടുംബ പ്രാർത്ഥനയാകുന്ന ഇടിഞ്ഞു കിടക്കുന്ന വല്ല ഉണ്ടോ നമ്മൾ നോക്കുക. നമ്മുടെ ഭവനത്തിൽ ആരാധനയുണ്ടോ? അത് ഇടിഞ്ഞു കിടക്കുകയാണോ? 12 കല്ല് വെച്ചു. അതെല്ലാം നിയമപ്രകാരമാണ്, ബൈബിളിന്റെ നിയമപ്രകാരമാണ്. അവൻ യാഗപീഠം അത് നല്ലപോലെ ക്രമീകരിച്ചു. 11 വെച്ചില്ല, 13 വെച്ചില്ല, കറക്റ്റ് വെച്ചു. ചുറ്റും ഒരു തോടുണ്ടാക്കി വെള്ളം നിറച്ചു. നിറപ്പിനാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഇവിടെങ്ങാനും തീ കത്തുന്ന എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവർ നാളെ പറയാതിരിക്കാൻ വേണ്ടിയാണ്. എല്ലാം ക്രമമായി. ഈ കാലയളവിൽ പഴയതുപോലുള്ള ഉണർവില്ല എന്ന് പറയാം. നല്ല ആരാധനയുണ്ടോ? ഇന്ന് എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, പലയിടത്തും അഭിനയങ്ങൾ മാത്രം. കാരണം പലയിടത്തും യാഗപീഠത്തിന്റെ കല്ലുകൾ ഇടിഞ്ഞു കിടക്കുകയാണ്. ഇനി നമ്മുടെ കേരളക്കരയെ നന്നാക്കണമെങ്കിൽ ഏലിയാവുമാർ എഴുന്നേറ്റേ പറ്റുകയുള്ളൂ. അതല്ലാതെ വേറെ ഒരു പോംവഴി കാണുന്നില്ല. ശക്തന്മാരായ ആത്മീയ നേതാക്കന്മാർ എഴുന്നേൽക്കട്ടെ, വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ, വലിയ അതിശയം നടക്കട്ടെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ ഉണർവുണ്ടായിക്കഴിഞ്ഞാൽ ആ ഉണർവിന്റെ തീ വടക്കോട്ട് പോകും. അത് അനേക ദൈവദാസന്മാർക്ക് ദർശനം കണ്ടതാണ്. കേരളത്തിൽ ഉണർവുണ്ടാകൂ. അതിന്റെ ആത്മാവിന്റെ ശക്തി, ആ തീയാകുന്ന ശക്തി
നേരെ വടക്കോട്ട് പോകുക. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും എന്റെ സമയത്തിന്റെ ക്ലിപ്തത കൊണ്ട് ഞാൻ വിവരിപ്പാൻ താല്പര്യപ്പെടുന്നില്ല. വളരെ ദുഃഖവും വേദനയുമാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിൽ ആരാധന വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ് തുടങ്ങിട്ട് 1:18:36 ഈ യാഗപീഠത്തിനടുക്ക് ചെന്നു. ഹൃദയം തുറന്നൊരു പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന ജൽപ്പനമാകരുത്. നമ്മുടെ പ്രാർത്ഥന മനോഹരമായ വാക്കുകൾ കോർത്തിണക്കി മറ്റുള്ളവർക്ക് ഇമ്പമാകുന്ന രീതിയിലാകരുത്. ഹൃദയത്തിനകത്തു നിന്നിരുന്ന പ്രാർത്ഥനയായിരിക്കാം. അധികം പ്രാർത്ഥിച്ചൊന്നുമില്ല. അബ്രഹാമിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ. അടുത്ത പ്രയോഗം, ഞാൻ നിന്റെ ദാസൻ എന്നും അവന്റെ ഉള്ളിൽ അവനറിയാം അവൻ ആരാന്ന്. നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും വെളിപ്പെടുമാറാകട്ടെ. എന്റെ സ്വന്തം ഇഷ്ടത്തിലല്ല, നീ പറഞ്ഞിട്ടാണ്, നിന്റെ കൽപ്പന പ്രകാരമാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. യഹോവയുടെ തീ ഇറങ്ങി. അധികം പ്രാർത്ഥിച്ചില്ല, ഹൃദയം തുറന്ന പ്രാർത്ഥന. ഹോമയാഗപീഠത്തിന്റെ വിറക് കത്തി. ആ തീ കൊണ്ട് തോട്ടിലെ വെള്ളവും പറ്റിപ്പോയി. ഇതാണ് ദൈവത്തിന്റെ തീ ഇറങ്ങിയാൽ. ആരാധന കഴിഞ്ഞപ്പോൾ, തീ ഇറങ്ങിയപ്പോൾ ഏലിയാവിന്മേൽ ഒരു അമാനുഷ്യമായ ശക്തി ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ, അവിടെ ഉണ്ടായിരുന്ന ബാലിന്റെ 450 പ്രവാചകന്മാരിനും പ്രവചിക്കാൻ പാടില്ല. അവര് വാഗ്ദത്ത ഭൂമിയിൽ നിൽക്കാൻ പാടില്ല. ദൈവത്തിന് സ്വന്തം നാടായിരിക്കുന്ന ഇസ്രായേലിൽ അവർക്ക് നിൽക്കാൻ പാടില്ല. ഉറക്കെ വിളിച്ചു പറഞ്ഞു, പിടിപ്പീൻ, ഒരെണ്ണത്തിനെ വിടില്ലെന്ന് പറഞ്ഞു. കാരണം ഇവര് ഇസ്രായേലിൽ വന്നിട്ട് ദൈവജനത്തിന്റെ ആഹാരം കഴിച്ച് തിന്നു കൊടുത്ത് ഈ 450 പേര് ഒരു പണിയുമില്ലായിരിക്കുകയാണ്. പിടിപ്പീൻ പറഞ്ഞു. എലിയാവിന്റെ പവർ നോക്കിക്കേ. ഈ 450 പേരെയും കീശം ബോട്ടിന്റെ അരികിൽ കൊണ്ടുചെന്നു. അതെങ്ങനെ കൊണ്ടുവന്നു നമുക്ക് ഇല്ലെങ്കിലും അവന്റെ അധികാരത്തിൽ വന്നു. ഒരെണ്ണത്തിനെ ഇല്ലാതെ മുഴുവനെയും അവിടെ കൊന്നു കളഞ്ഞു. കാരണം എന്തേ? ദൈവജനത്തിനെതിരായിട്ട് അന്യാരാധന ഉയർത്തിയ ഇവന്മാരെ ഭൂമി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് ദൈവം ഏലിയാവിനോട് പറഞ്ഞു. ഏലിയാവ് അതുപോലെ ചെയ്തു. ഏലിയാവിന്റെ സ്വന്തം ഇഷ്ടത്തിലല്ലായിരുന്നു. ദൈവം പറഞ്ഞതനുസരിച്ച് അന്ധകാര ശക്തികൾ പരാജയപ്പെട്ടു എന്ന് ഓർക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് മുട്ടുനിന്ന് പ്രാർത്ഥിക്കുക. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ. ദൈവനാമം വെളിപ്പെടട്ടെ. യേശു വരാറായി. നമുക്ക് ഒരുങ്ങുക. ഭാരതത്തിൽ വലിയ ഉണർവ് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.